എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം നോക്കുന്നത് വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകുന്നു, അത് അവരെ അത്ഭുതപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. നമ്മളിതിനു മുമ്പ് തന്നെ ഓരോ നക്ഷത്രത്തെക്കുറിച്ചും വിപുലമായി പറഞ്ഞ വീഡിയോ ഈ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങളത് കാണാത്തവർ കാണുക. ഇന്ന് നമ്മൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും പരിവർത്തനങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയാം. വിശാഖ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയാം. 16ാമത്തെ നക്ഷത്രമാണ് വിശാഖം. ഇതിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം തുലാം രാശിയിലും അവസാന കാൽഭാഗം വൃശ്ചിക രാശിയിലുമാണ് വരുന്നത്. നക്ഷത്ര ദേവതകൾ ഇന്ദ്രനും അഗ്നിയുമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലർക്ക് അത് അറിയാതെ ഇരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇവരുടെ പ്രധാന പ്രത്യേകതകൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഓരോ വിശാഖം നക്ഷത്രക്കാരുടെ നിങ്ങളുടെ അടുത്ത ആളുകളാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അവരിൽ പൊതുവെ കണ്ടുവരുന്ന സ്വഭാവങ്ങളാണ് നാം നോക്കുന്നത്. ആകർഷകമായ വ്യക്തിത്വമായിരിക്കും ഇവർ. തേജസ്സോടുകൂടിയവരും സൗമ്യമായ പെരുമാറ്റമുള്ളവരായിരിക്കും. ആരെ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ. മാത്രമല്ല അവരൊരു രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആത്മീയതയിലും ഈശ്വരവിശ്വാസവും അവർക്ക് വേണ്ടുവോളം ഉണ്ടാകും. ഈശ്വര ഭക്തിയും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും ഉള്ളവരായിരിക്കും ഓരോ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും പുരുഷനുമൊക്കെ. പരമ്പരാഗതമായ കാര്യങ്ങളിലും തത്വശാസ്ത്രങ്ങളിലും സിദ്ധാന്തങ്ങളിലും വിശ്വസിക്കുന്നവരായിരിക്കും ഇവർ. മൂന്നാമതായിട്ട് അവരുടെ തീരുമാനങ്ങളുടെ കാര്യമാണ്. ഉറച്ച തീരുമാനങ്ങളാണ് അവരെപ്പോഴും എടുക്കുക. ജീവിതത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ അവരെടുക്കും. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരുമാണിവർ. ഇത് ചിലപ്പോൾ നേട്ടം ഉണ്ടാവും, ചിലപ്പോൾ കോട്ടം ഉണ്ടാവും, ഒക്കെ ആകാം. പക്ഷെ അതൊന്നും അവർ നോക്കാറില്ല. മാത്രമല്ല അവർ കഠിനാധ്വാനികളാണ്. ലക്ഷ്യത്തിലെത്താൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എല്ലാവർക്കും. പക്ഷെ വിശാഖ നക്ഷത്രക്കാരുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് അവർ കഠിനാധ്വാനം ലക്ഷ്യത്തിലെത്താൻ ചെയ്തിരിക്കും. അല്ലാതെ വെറും വാക്ക് മാത്രം പറയുന്നവരല്ല. ഒരു ലക്ഷ്യം വെച്ചാൽ അവരതിലേക്ക് എത്തിപ്പെടുന്ന ഒരു മനസ്സുള്ളവരാണ്. മനസ്സ് വെച്ചാൽ അവർ ഏത് കാര്യവും അതുകൊണ്ട് തന്നെ നേടുകയും ചെയ്യുന്നുള്ളത് അവരുടെ പ്രത്യേകതയാണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന പ്രകൃതമുണ്ട് അവർക്ക്. മനസ്സിൽ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അവർക്ക് കഴിവുണ്ട്. സാധാരണ ആളുകൾക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുറവാണ്. പക്ഷേ ഇവരിൽ അത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ദാനധർമ്മങ്ങളിൽ താല്പര്യമുള്ളവരാണ് വിശാഖ നക്ഷത്രക്കാർ. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി എന്നതിന് വിമുഖത കാണിക്കുന്നവരാണ്. ദാനധർമ്മങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ താല്പര്യമുള്ളവരാണ്. അതിൽ ശ്രേഷ്ഠരുമാണിവർ. അടുത്തതായിട്ട് വിവിധ രാശികളനുസരിച്ച് ഇവരുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ തുലാം രാശിക്കാരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആകർഷകമായ വ്യക്തിത്വമുള്ളവരായിരിക്കും വിശാഖ നക്ഷത്രത്തിൽ തുലാം രാശിയിലുള്ളവർ. ഹൃദ്യമായ പെരുമാറ്റവും വിനയവും ദൈവവിശ്വാസവും കുലീനമായ സ്വഭാവ സവിശേഷതയും സത്യസന്ധമായ നിലപാടുകളും ഈ തുലാം രാശിക്കാരിലെ വിശാഖ നക്ഷത്രക്കാരിൽ കാണാവുന്നതാണ്. നമുക്കായിട്ട് വൃശ്ചിക രാശിക്കാരായിട്ടുള്ള ഇവരിലെ ആളുകളെ നോക്കാം. സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണ്. വലിയ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും ഈ വൃശ്ചിക രാശിയിലെ വിശാഖ നക്ഷത്രക്കാർ. ഊർജ്ജസ്വലതയും ആകർഷകമായ വ്യക്തിത്വവും ബഹുമാനിക്കപ്പെടുന്നവരുമാണ് ഇവർ. സ്വതന്ത്ര ചിന്ത വൃശ്ചിക രാശിക്കാരുടെ പ്രത്യേകതയാണ്. ചിലപ്പോൾ കലഹിക്കുന്ന പ്രകൃതത്തിലേക്ക് അവർ മാറിയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ അവരുടെ സ്വതന്ത്ര ബോധമാണ് അവരെ മറ്റാർക്കും മുൻപിലും തല കുനിക്കാത്ത അവരുടെ നിലപാടുകളുമാണ് അങ്ങനെ നമുക്ക് തോന്നാൻ കാരണം. ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓരോ വിശാഖ നക്ഷത്രക്കാരൻ്റെ ഏത് രാശിയിലുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. പൊതുവായ മാറ്റങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ പ്രധാനമായും അവർ ദശാപഹാരങ്ങളെയും, അതായത് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഒക്കെ ആശ്രയിച്ചിരിക്കും. വിശാഖ നക്ഷത്രത്തിൻ്റെ പ്രാരംഭ ദശ വ്യായ ദശയാണ്. അതായത് 16 വർഷമാണ്. നമുക്ക് ഒന്നാമതായിട്ട് അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. കരിയറിലും ധനസ്ഥിതിയിലുമുള്ള
അവരുടെ മാറ്റങ്ങളെന്ന് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ലക്ഷ്യബോധമുള്ളവരാണ്. ഇവർക്ക് ലക്ഷ്യത്തിലെത്താൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിലും സ്ഥിരമായ പ്രയത്നം അവരെ വിജയത്തിലെത്തിക്കും. അവർ കഷ്ടപ്പെടുന്നത് പോലെ മറ്റുള്ളവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. അവരുടെ രണ്ടാമത്തെ നോക്കാം, ആഗ്രഹ പൂർത്തീകരണം. ഈ നക്ഷത്രക്കാർ മനസ്സ് വെച്ചാൽ എന്തും നേടാൻ കഴിവുള്ളവരാണ്. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, അതിലുണ്ടെല്ലാം. അടുത്തതായിട്ട് സാമ്പത്തികമായ മാറ്റങ്ങളാണ്. ചിലർ പിശുക്കന്മാരായിട്ട് കാണപ്പെടും, ചിലർ അമിതമായി പണം ചെലവഴിക്കുന്ന സ്വഭാവമായി കാണിക്കും. പ്രത്യേകിച്ച് ഈ വൃശ്ചിക രാശിയിലുള്ള വിശാഖ നക്ഷത്രക്കാർ അമിതമായി പണം ചെലവഴിക്കുന്നവരായിട്ട് കാണാറുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് ചില മനോവിഷമങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ചന്ദ്രൻ, ബുധൻ, ശുക്രൻ എന്നിവയുടെ ദശാപഹാരങ്ങൾ പൊതുവെ അത്ര നല്ലതായിരിക്കില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ചില സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും പ്രയത്നവും ആവശ്യം വേണ്ടി വരും. ചില സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരും. അടുത്തതായിട്ട് നമുക്ക് വ്യക്തിബന്ധങ്ങളിലും കുടുംബത്തിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ നോക്കാം. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം. ഈ ദാമ്പത്യ ബന്ധത്തിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. ഇവർ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ കുറിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ബന്ധുക്കളുടെ സ്നേഹം പൊതുവെ ഇവർക്ക് ഒരുപാട് കിട്ടും. കാരണം കാര്യം മുഖത്തടിച്ച് പറയുന്നവരൊക്കെ ആണെങ്കിലും നിലപാടുള്ളത് കൊണ്ട് ആളുകൾ സ്നേഹിക്കും. എല്ലാവരോടും ആത്മാർത്ഥമായ സമീപനം ഉള്ളതുകൊണ്ട് സ്നേഹിക്കും. ആരോഗ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിലും ചിലപ്പോൾ ആരോഗ്യകരമായി കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. പ്രധാന ശ്രദ്ധ നൽകേണ്ട കാര്യങ്ങൾ പകയാണ്, അഥവാ ഈർഷ്യ. ചിലരോട് ഈർഷ്യയും പകയും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പ്രവണത ഈ നക്ഷത്രക്കാർക്കുണ്ടായേക്കാം. അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം അങ്ങനെ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ അത് ബന്ധങ്ങളെ ബാധിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളഞ്ഞേക്കുക. നിങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ വാശി, സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി മാനിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വിവരങ്ങൾ പൊതുവായ ജ്യോതിഷ ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓരോ വ്യക്തിയുടെയും ഗ്രഹനില, ജനനസമയം, സ്ഥലം എന്നിവ അനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. വിശാഖ നക്ഷത്രക്കാർ നല്ല വ്യക്തികളാണ്, നിലപാടുള്ളവരാണ്. അവർ ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാറ്റങ്ങളൊക്കെ അനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ കഴിയും. നല്ല ആളുകളാണ്. നമ്മളൊരു നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു പോകുമെന്നുള്ളതാണ്. കാരണം അത്ര നല്ല മനസ്സുള്ളവരാണിവർ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.